ഇത് തന്നെ ഭയങ്കര പ്രോസസ്സാണ്. നമ്മൾ പറയുന്ന എം പിമാർ പോയി അവിടെ പറയുന്നുമില്ല. അങ്ങനെ പറഞ്ഞ് അത് സാധിച്ചു തരുമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഈ നാട്ടുകാരൊക്കെ നന്നായി പോയേനെ. ഈ നാട് എന്നേ ഡെവലപ്ഡ് കൺട്രി ആയേനെ. ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടേ നിൽക്കുന്നുള്ളൂ ഇന്ത്യ. ഡെവലപ്ഡ് കൺട്രി ആയിട്ട് എന്നേ മാറിയേനെ ഈ സാധനം. അപ്പൊ ഈ IFSലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ UN അവിടെ വെച്ചു. ഇതേപോലെ മറ്റു രാജ്യങ്ങളും പാലസ്തീൻ ഫ്രീ ആവണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളും ഇതേപോലെ ഒരു ആശയം അവിടെ ഉന്നയിച്ചു കഴിഞ്ഞ് എല്ലാരും കൂടി അതിന് ഒപ്പുവെച്ചാൽ, അല്ലെങ്കിൽ ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഇനി പാലസ്തീനെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് യുദ്ധം ഉണ്ടാകും എന്നൊരു വാക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ തീരും യുദ്ധം എന്ന് പറയുന്ന സാധനം. കാരണം ശക്തമായ രാജ്യങ്ങൾ പാലസ്തീൻ എന്ന രാജ്യത്തിനെ അല്ലെങ്കിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇത് വെടിവെപ്പും മിസൈലേപ്പും എല്ലാം നിന്നോളും. നമ്മൾ ഈ കിടന്ന് ഇനി നിങ്ങൾ പറ ഇനി നിങ്ങൾ പറ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ കിടന്ന് വിളിച്ച് കൂവിയിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല. വർഗീയത പൊട്ടി മുളക്കത്തേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ് ഇട്ടും വീഡിയോ ഇട്ടും കിടന്ന് അലച്ചിട്ട് കാര്യമില്ല. അതവിടെ നടപടിയാവുന്ന കേസല്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കേസ് ഞാൻ ഈ പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ നമ്മൾ പോയി പറഞ്ഞെന്ന് പറഞ്ഞ് MP മാറ്റിത് അവിടെ അവതരിപ്പിക്കണമെന്നുണ്ടോ? അവതരിപ്പിക്കുവോ? അവതരിപ്പിക്കത്തില്ല. അവരിനി അഥവാ നമ്മൾ പറഞ്ഞു വിടുന്ന MP മാരിത് അവതരിപ്പിച്ചു. MP എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം പോണവരല്ല, ഇന്ത്യ എന്നുള്ള ആൾക്കാരും ഉണ്ട്. വേറെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും കൂടെ പാർലമെന്റിൽ പോയി മീറ്റിംഗ് കൊടുക്കണം. അവരിത് ഓക്കെ, മറ്റു സംസ്ഥാനക്കാരും പറഞ്ഞ് അവരും ഇത് അംഗീകരിച്ച് അവരെ ഒപ്പുവെച്ചു. ഈ ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ UNOയിൽ പോയിട്ട് അവിടെ ഇരുന്ന് പറയുവാണ്. മറ്റു രാജ്യക്കാർ ഇത് സമ്മതിക്കണമെന്നുണ്ടോ? മറ്റു രാജ്യക്കാരും നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെടണം. പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് നേരെ ഇനി യുദ്ധമുണ്ടായാൽ നമ്മളുടെ ഭാഗത്ത്, അതായത് ഈ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു യുദ്ധം ഉണ്ടാകും, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് അവർ പറയാൻ തുനിയണം. പറയോ അവര് പറഞ്ഞു തന്നെ ഈ പ്രോബ്ലം അവിടെ തീർന്നു. അവര് പറയോ? നമുക്ക് നമ്മുടെ രാജ്യത്തിൽ നിന്ന് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. നമ്മുടെ രാജ്യം മാത്രം സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ്, അതായത് ഇന്ത്യ എന്നൊരു രാജ്യം മാത്രം സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ്, ഇന്ത്യ ഒരു ആവശ്യം ഉന്നയിച്ചെന്നും പറഞ്ഞ് UNO ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം ഓർഗനൈസേഷൻ ഓഫ് ദി ഹോൾ നേഷൻസ് ഇൻ ദി വേൾഡ്, അതാണ് സാധനം. അപ്പൊ ഇതേപോലെ നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പറഞ്ഞു വിടുക, അതേപോലെ മറ്റു രാജ്യക്കാരും പറഞ്ഞു വിടണം. എന്നിട്ട് ഇത് അവിടെ വട്ടമേശ സമ്മേളനത്തിൽ നിന്ന് ഇത് അവര് തീരുമാനിച്ച് ഇനി പാലസ്തീനെതിരെ യുദ്ധം വേണ്ട, യുദ്ധം നിർത്തിക്കോ എന്നൊരു വിധി അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം നടക്കൂല. വരും, പാലസ്തീൻ ഫ്രീ ആവും. ഇതാണ് പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം.